നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സഭയിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സഭയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പശ്ചിമേഷ്യൻ യുദ്ധവും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരു സഭകളിലും അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകിയിരുന്നു. എന്നാൽ വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണത്തിൽ നടപടി ഒതുക്കാനായിരുന്നു സർക്കാർ നീക്കം. ഇതോടെ ലോക്സഭയിലും വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്കുമാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെയും സപ്ലൈ ചെയിനെയും സാരമായി ബാധിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള ഇറാൻ്റെ നീക്കം ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിപ്പിക്കാൻ കാരണമാകും. യുദ്ധം നീണ്ടുപോയാൽ ഇന്ത്യയിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വരവ് തടസ്സപ്പെട്ടേക്കുമെന്ന ആശങ്കയുമുണ്ട്. ഇറാനിലും പരിസര രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഒഴിപ്പിക്കൽ നടപടികൾക്കായി സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്നും അദ്ദേഹം രാജ്യസഭയെ അറിയിച്ചു. ഇറാൻ കപ്പലിന് അഭയം നൽകിയതിന് ഇറാൻ വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചെന്നും ജയശങ്കർ രാജ്യസഭയിൽ പറഞ്ഞു. ഇറാൻ ഉന്നതതല നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചു, എന്നാൽ ഇതിപ്പോൾ പ്രയാസകരമാണെന്നും ശ്രമം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി പ്രസ്താവന തുടരുന്നതിനിടെ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ലോക്സഭയിലും ആവശ്യമുന്നയിച്ച് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഇറാൻ യുദ്ധവും അതിനെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതിന് പിന്നാലെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുകയാണ്. തിങ്കളാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 47 പൈസ ഇടിഞ്ഞ് 92.21 രൂപയിലെത്തി. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $110 നിലവിൽ ക്രൂഡ് ഓയിൽ വില. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ വിലക്കയറ്റമടക്കം ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിലും തിങ്കളാഴ്ച വൻ തകർച്ചയാണ് നേരിട്ടത്. ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ തുടരുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മാത്രം ക്രൂഡ് ഓയിൽ വിലയിൽ 28% വർധനമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നതോടെ വരും ദിവസങ്ങളിലും പാർലമെൻറ്റിൽ പ്രതിഷേധം കനക്കുമെന്നുറപ്പ്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായി ആയത്തുള്ള മുജ്തബ ഖമേനി നിയമിതനായതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തുകയാണ്. US അംഗീകാരമില്ലെങ്കിൽ മുജ്തബയ്ക്ക് ഇറാനിൽ അധികകാലം അധികാരത്തിൽ തുടരാനാകില്ലെന്ന് ട്രംപ് ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. ഇറാൻ്റെ ഭാവി നേതൃത്വത്തെ തീരുമാനിക്കുന്നതിൽ അമേരിക്കയ്ക്ക് നിർണായക പങ്കുണ്ടെന്നും ട്രംപ് പറയുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ട്രംപ് മേഖലയോട് മാപ്പ് ചോദിക്കണമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ല. ഖമനേയിയുടെ പിന്തുടർച്ചാ തീരുമാനം പൂർണ്ണമായും ഇറാൻ്റെ ആഭ്യന്തര കാര്യമാണെന്നും NBC മീറ്റ് ദി പ്രസിൽ സംസാരിക്കുന്നതിനിടെ അഗരാച്ചി വ്യക്തമാക്കുന്നുണ്ട്. പുതിയ നേതാവ് തങ്ങളുടെ അംഗീകാരം നേടേണ്ടതുണ്ടെന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. അമേരിക്കയുടെ അനുമതിയില്ലാതെ ഇറാനിലെ പുതിയ നേതൃത്വത്തിന് നിലനിൽപ്പില്ല. ഓരോ 5-10 വർഷം കൂടുമ്പോഴും ഇറാനിലേക്ക് സൈന്യത്തെ അയക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ ട്രംപ് മൊജ്തബയെ ഒരു ലൈറ്റ് വെയ്റ്റ് നേതാവെന്നാണ് വിശേഷിപ്പിച്ചത്. മുജ്തബ ഖമേനി തനിക്ക് ഒട്ടും സ്വീകാര്യനല്ലെന്നും ഇറാന് വേണ്ടത് സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന പുതിയൊരു നേതാവിനെയാണെന്നും നേരത്തെ ആക്സിയോണിനോട് നൽകിയ പ്രതികരണത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനുമായുള്ള യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്നെടുക്കുന്ന സംയുക്ത തീരുമാനമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഫെബ്രുവരി 28 നടന്ന അമേരിക്ക-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മകൻ മുജ്തബ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി സംസ്ഥാനത്തു നിന്നുള്ള ഇന്നത്തെ വാർത്ത പരിശോധിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗമായ N വിജയകുമാറിൻ്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. N വിജയകുമാർ സമർപ്പിച്ച 2 ജാമ്യ ഹർജികളും കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജികൾ നൽകിയിരുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രേഖകളിൽ ഒപ്പിട്ടതെന്നും സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നുമായിരുന്നു വിജയകുമാറിൻ്റെ വാദം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ A പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് CPM പ്രതിനിധിയായിരുന്നു N വിജയകുമാർ. സ്വർണ്ണക്കൊള്ള കേസിൽ 2025 ഡിസംബർ 29 പ്രത്യേക അന്വേഷണ സംഘം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും പ്രതിയാണ് വിജയകുമാർ. പത്മകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പാളികൾ കൈമാറാനുള്ള രേഖകളിൽ ഒപ്പുവെച്ചതെന്നും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് വിജയകുമാറിൻ്റെ മൊഴി. റിമാൻഡിൽ കഴിയവെയാണ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ വിശദമായി വാദം കേട്ട ശേഷമാണ് കോടതിയുടെ ഇപ്പോഴത്തെ നടപടി. കേസിൽ 8 പ്രതികൾ ഇതിനോടകം ജാമ്യം നേടി ജയിൽ മോചിതരായിട്ടുണ്ട്. ഇതിൽ 6 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ്.
രണ്ടുപേർക്ക് റിമാൻഡ് കാലയളവിൽ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെ ജാമ്യഹർജി ബുധനാഴ്ച വിജിലൻസ് കോടതി വിശദമായി വാദം കേൾക്കും. അതേസമയം പങ്കജ് ഭണ്ഡാരി ചെന്നൈയിൽ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം.